ഹായ്, തുമ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കിച്ചൺ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കിച്ചൺ പരിപാടി ചെയ്യാൻ പോകുന്നത് ഒരു ഞണ്ട് കറിയാണ്. പച്ചത്തേങ്ങ അരച്ച് ഞണ്ട് കറി വെക്കും. നേരത്തെ ഞണ്ട് കറി ഞാൻ പച്ചത്തേങ്ങ അരച്ച് വെച്ച കറികൾ കാണിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാൻ അത് കാണിച്ചു തരികയാണ്. ചട്ടി ഞാൻ അടപ്പേ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം, എനിക്ക് കടുക് വറുക്കുന്നതിനോട് ഇത്ര താല്പര്യമില്ല, എന്നാലും ഇവിടെ കടുക് വേണം. ഉണ്ട്, അല്പം കടുക് ഇട്ടു. ഉണ്ട്, കടുക് നമുക്ക് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ട് പച്ചമുളക് ഉണ്ട്, പച്ചമുളക് ഉണ്ട്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി, പിന്നെ ഇത്രയാണ്. ഇത് നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി ചെമ്മീനായാലും ഞണ്ടിനായാലും നമ്മൾ വെളുത്തുള്ളി ഒരു ഇച്ചിരി ഇഞ്ചിയും ശകലം പച്ചത്തേങ്ങ അരച്ച് വെക്കുമ്പോൾ എടുക്കണം. കാരണം ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് വായു ഇളകുന്നൊരു സംഭവമാണിത്. അതുകൊണ്ട് ഞാൻ അവിടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലോട്ട് കറിവേപ്പില ലാസ്റ്റ് ഞാൻ എടുത്തുള്ളൂ കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചതാണിത്. ഇത് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചത് കണ്ടോ. ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് എന്താ, നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി കറിവേപ്പിലയും കൂടി ഇട്ടതാണ് നമ്മൾ ഈ എടുക്കുന്നത്. അപ്പം നമുക്കെടുക്കാം. ഇനി ഞാനിതിൻ്റെ കൂട്ടരച്ച് വെച്ചിരിക്കുന്നത് 2 പിടി തേങ്ങയാണ് ഞാൻ എടുത്തത്. കണ്ടേ, 2 പിടി തേങ്ങ. അതിൽ ഞാൻ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, 1 നുള്ളു ഉലുവാപ്പൊടിയും ചേർത്ത് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതാണ് ഈ വെച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മൾ കറി വെക്കുമ്പോൾ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമ്മൾ ഞണ്ടും ചെമ്മീനും ഇതുപോണൊക്കെ പച്ചത്തേങ്ങ അരച്ച് വെക്കുമ്പോൾ നമ്മളെപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം. കാരണം ഈ ഒരു ഐറ്റം നമുക്ക് എപ്പോഴാണ് നമുക്ക് വായു ഉള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പച്ചത്തേങ്ങ അരച്ച് വയ്ക്കുമ്പം ഇങ്ങനെയാണ് ഇത് വെക്കേണ്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുണ്ടല്ലോ, എൻ്റെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പിന്നെ ഞണ്ടിങ്ങനെ പച്ചത്തേങ്ങ അരച്ച് വെച്ച് ഞാൻ കൂട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് അപ്പോഴാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചത്തേങ്ങ അരച്ച് നമ്മൾ വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ വെക്കുകയാണ്. ഇനി നമുക്ക് വെക്കുന്നു. വേണ്ടേ, ഉണ്ടോ. ഇനി നമുക്ക് അല്പം ഉപ്പിടാം. എനിക്ക് ഉപ്പിൻ്റെ കൈക്കണക്കാണ് കേട്ടോ. പക്ഷേ എനിക്ക് സ്പൂണിനകത്ത് എനിക്ക് കണക്ക് ശരിയാവത്തില്ല. കൈക്കണക്കാണ് എനിക്ക്. ഞാൻ കറക്റ്റിന് തന്നെ ഒരു കൂടോ കുറവോ ഇതുവരെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കൈ അളവാണ് ഉപ്പിടുന്നത്. അപ്പം ഇതിങ്ങനെ. പിന്നെ നമുക്ക് കണ്ടോ, നമ്മളെപ്പോഴായാലും നമ്മൾ അല്പം വെള്ളവും കൂടെ ചേർക്കുകയാണ്. നമുക്ക് കറി വെന്ത് പറ്റി വരണ്ടായോ, അതിന് നമ്മൾ ഒരു ശകലം വെള്ളവും കൂടെ നമ്മൾ ചേർക്കുന്നു. ഇത് തിളച്ച് വന്നിട്ട് നമുക്ക് ഞണ്ട് വറക്കിയിടാം. നമ്മൾ അടച്ച് വെച്ചിട്ട് ഞാൻ ഇത്രയും ഞണ്ടാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. കുറച്ചേ ഉള്ളായിരുന്നു, 100 രൂപയുടെ ഞണ്ടായിരുന്നു. അധികമൊന്നും ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. ഇത് മതിയല്ലോ, കറി വെക്കാനില്ലേ, ഇതേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് വൃത്തിയാക്കി വെട്ടി നല്ല വൃത്തിയാക്കി, ചിലരൊക്കെ ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇത് വൃത്തിയാക്കുന്നതെന്നൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. ഇത് സിമ്പിളായത് വൃത്തിയാക്കി എടുക്കാൻ, സിമ്പിളാണ്. ഇതതിൻ്റെ മുട്ടയാണ് കേട്ടോ. ചിലർ കാണുന്നവർ വിചാരിക്കും അഴുക്കാന്നല്ല. അപ്പം നമുക്ക് കറി അടപ്പേ വെച്ച് തിളയ്ക്കുമ്പോഴേ ഞണ്ടിടാവും. അപ്പം നമ്മൾ പിന്നെ ഒഴിക്കാനുള്ള പുളി ഒഴിച്ചില്ല. പക്ഷെ തോട്ടുപുളി ഇട്ട് വെച്ചെടുക്കുന്നതും, തോട്ടുപുളി എന്ന് പറഞ്ഞാൽ വടക്കം പുളി, ഇവിടെയൊക്കെ തോട്ടുപുളി എന്നറിയപ്പെടുന്നത്. പക്ഷേ എനിക്ക് തോട്ടുപുളി ഇടുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിഴുപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് കഴിക്കാം. തിളച്ചിട്ടേ ഞണ്ടിടാൻ പറ്റും. നമുക്ക് കറി തിളച്ചിട്ടുണ്ട്, നമുക്കെടുക്കാം. അതുകൊണ്ട് നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഞണ്ട് വറുക്കിയിടാം. കണ്ട ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട. അപ്പം നമുക്ക് ഇതിങ്ങനെ ഓരോന്നിടാം. കണ്ടോ? ഇപ്പം നമ്മൾ ഞണ്ടിങ്ങനെ ആക്കിയിട്ടു. കണ്ടോ? ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ കറി ഏകദേശം നല്ല രീതിയിൽ പരുവായിട്ടുണ്ട്. നല്ല തിളച്ച് പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ തവി ഇട്ടതിൽ ഇളക്കരുത്. ഇതൊന്ന് ചട്ടിയിൽ 2 സൈഡിൽ ഒരു തടത്തുണി വെച്ച് പിടിച്ച് ഒന്ന് കറക്കി പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ. പച്ചവെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചതുകൊണ്ട് വീണ്ടും ഞാൻ ഒഴിക്കാത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. കണ്ട കറി നല്ല സൂപ്പറായിട്ട് കറി നല്ല പറ്റി, ഞണ്ട് കറി നല്ല പറ്റി വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. നമുക്ക് കപ്പയുടെ കൂടെയും ചോറും കപ്പയായിട്ടും ഈ കറിയായിട്ട് കഴിക്കാം. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്. ഞാനിത് ഇപ്പം ഇങ്ങനെ കറക്കി നമ്മൾ തവിയിട്ട് എടുക്കാതെ നമ്മൾ ചട്ടി ഒന്ന് കറക്കി എടുക്കണം. പക്ഷേ അതിൻ്റെ കൈ ഫോണിരിക്കുന്നതുകൊണ്ടാണ് പറ്റാത്തത്. അപ്പം നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻ്റൊക്കെ ചെയ്യണം. നിങ്ങളാരും വീഡിയോ അധികം കാണുന്നില്ലെന്നറിയെങ്കിലും കാണുന്നവർ, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ടാറ്റാ.